പ്രിയ സുഹൃത്തുക്കളെ, അതായത് ഇന്ന് നമ്മൾ പരിചിന്തനം ചെയ്യുന്നത് ഒരാമുഖമെന്ന നിലയിൽ മാത്രമാണ്. നമ്മുടെ മാർപ്പാപ്പ ലയോ 14 ആദ്യത്തെ ചാക്രിക ലേഖനം. എന്താണ് അതിൻ്റെ പേര്? മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ് എന്നാണ്. മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുക മാനവ മഹത്വം എന്നാണ്. വാസ്തവത്തിൽ അത് ചിന്തിച്ചു പോവുകയാണ്. ഇത്രയും കാലാകാലങ്ങളിൽ ലോകമനുഷ്യർക്ക് ലോകത്തിന് മുഴുവനുമായിട്ടതുപോലെ ആനുകാലിക പ്രശ്നങ്ങൾക്ക് മാർഗദർശനം നൽകുന്ന പ്രബോധക സമിതി വേറെ ഏതായിരിക്കുന്നത്? മാർപ്പാപ്പായുടെ തുല്യമായി ലയോ 14 മാർപ്പാപ്പായുടെ ആദ്യത്തെ ചാക്രിക ലേഖനമായത്. അദ്ദേഹത്തിൻ്റെ ഈ ചാക്രിക ലേഖനം എന്ന് പറയുന്നത് ഇത് ഒപ്പുവെച്ചത് മെയ് 15, പുറപ്പെടുവിച്ചത് മെയ് 25. പഠനവിധേയമാക്കേണ്ട ഒരു ചാക്രിക ലേഖനമാണ്. വാസ്തവത്തിൽ ഓരോ പ്രത്യേക ക്രിട്ടിക്കൽ പീരീഡുകളിൽ മനുഷ്യകുലത്തിൻ്റെ സങ്കീർണമായ ക്രിട്ടിക്കലായുള്ള സാഹചര്യങ്ങളിലാണ് ഇതുപോലെ ചാക്രിക ലേഖനങ്ങൾ പുറപ്പെടുന്നത്. 135 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന് പിൻഗാമി ലയോ 13 മാർപ്പാപ്പ അത് പുറപ്പെടുവിച്ച ഒരു ചാക്രിക ലേഖനമുണ്ട്, റേരും നവാരും എന്ന് പറഞ്ഞ്. പുതിയ വസ്തുതകൾ എന്ന് പറഞ്ഞാൽ പുതിയ കാലഘട്ടത്തിൽ പുതിയ സംരംഭങ്ങൾ ഉണ്ടാകുമ്പോഴാണ് വഴിനടത്തൽ ആവശ്യമായിട്ട് വരുന്നത്. അന്ന് തന്നെ ഇൻഡസ്ട്രിയലൈസേഷനാണ്. ഇൻഡസ്ട്രി അങ്ങോട്ട് വന്ന് ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു കഴിഞ്ഞപ്പോൾ സംഭവിക്കാൻ പോകുന്നത് തൊഴിലാളികളുടെ അവശതയാണ്. തൊഴിലാളികൾക്ക് വിലയില്ലാണ്ടായിട്ട് വന്നിരിക്കുന്നു. പ്രൊഡക്ഷൻ അങ്ങനെ ഈ മെഷീൻ കൊണ്ട് അങ്ങ് വർത്തമാനമായി കഴിയുമ്പോൾ പിന്നെ എന്തിനാ തൊഴിലാളി? അങ്ങനെയൊരു സാഹചര്യത്തിലാണ് തൊഴിലിൻ്റെ മാഹാത്മ്യം, തൊഴിലാളിയുടെ വ്യക്തിത്വം അതൊക്കെ എടുത്തു കാട്ടിക്കൊണ്ട് റേരും നവാരും എന്ന ആ വലിയ ചാക്രിക ലേഖനമുണ്ട്. ഇന്നും അത് വാസ്തവത്തിൽ വളരെ പ്രസക്തമാണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ആ മാർപ്പാപ്പായുടെ പേരുകാരനായ ലയോ 14 മാർപ്പാപ്പ മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ് എന്ന് പറയുന്ന ആ ചാക്രിക ലേഖനം ഉണ്ടാകും. നമുക്കറിയാമല്ലോ, ഭയങ്കര സ്പീഡിലാണ് യുഗങ്ങൾ കടന്നു പോകുന്നു, കാലഘട്ടങ്ങൾ കടന്നു പോകുന്നു, അതിൻ്റെ ജീവിതം തന്നെ കടന്നു പോകുന്നു. അപ്പോഴെല്ലാം പുതിയ പരിവർത്തനങ്ങൾ വന്നുകൊണ്ടായിരിക്കും. ഭയങ്കരമായ മാറ്റം, എല്ലാ തലങ്ങളിലും മാറ്റം വന്ന് ഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ മാറ്റങ്ങൾ വന്ന് ഭൗമികമായ തലത്തിൽ ഭരിക്കുമ്പോൾ മൂല്യങ്ങളിൽ മാറ്റം വന്നാൽ, ധാർമ്മികത മാലിന്യങ്ങൾ മാറ്റം വന്നാൽ അത് നാശത്തിലേക്ക് പോകും. അതുകൊണ്ട് അവിടെയൊക്കെ കരുതലോടുകൂടി പ്രവർത്തിക്കാൻ മനുഷ്യകുലത്തിന് മാർഗദർശനം നൽകുന്നതാണ് ഈ ചാക്രിക ലേഖനങ്ങൾ എന്ന് പറയുന്നത്. മാർപ്പാപ്പ ഇത് വത്തിക്കാനിൽ വെച്ചാണ്, അദ്ദേഹം തന്നെയാണ് ഇത് അവതരിപ്പിച്ചത്. വത്തിക്കാനിൽ വെച്ച് അന്ന് യുദ്ധത്തെ AI വിദഗ്ധന്മാർ പോലും പങ്കെടുത്തിരുന്നു അതിനകത്ത്. അന്ന് ഇൻഡസ്ട്രിയുടെ അതിഭയങ്കരമായ സ്വാധീനം. ഇന്ന് AI സ്വാധീനം നമ്മുടെ നാട്ടിൽ വന്നില്ല കേട്ടോ, വരാൻ പോകുന്നതേ ഉള്ളൂ. വന്നു കഴിഞ്ഞാൽ സമൂലമായ പരിവർത്തനം ഉണ്ടാകുമ്പോൾ വരാൻ പോകുന്നതിൻ്റെ നിഷേധാത്മകമായ കാര്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ നേരിടാൻ ആവശ്യമായ ധാർമ്മിക ഉത്തേജനം നൽകുന്ന ചാക്രിക ലേഖനമാണിത്. ഇത് 2 സിമ്പിൾസ് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ബാബേൽ ഗോപുരമാണ്, രണ്ടാമത്തേത് ഓൾഡ് ടെസ്റ്റമെൻ്റ് നെഹമ്യായുടെ ജെറുസലേമിൻ്റെ മതിൽ പുനരുദ്ധരിക്കുന്ന ചിത്രമാണ്. അതായത് ബാബേൽ ഗോപുരം 11, നെഹമ്യായുടെ പുസ്തകത്തിൻ്റെ 2 തൊട്ട് 6 വാക്യങ്ങൾ. അപ്പോൾ ഈ ബൈബിൾ ചിത്രങ്ങളാണ് ഇതിൻ്റെ ചട്ടക്കൂടെന്ന് പറയുന്നത്. ബാബേലിൻ്റെ നിഷേധാത്മകപരമായ സമീപനം എന്ന് പറഞ്ഞാൽ ദൈവം ഇല്ലാതെ പടുത്തുയർത്തുന്ന ഒരു ഗോപുരം, ദൈവത്തിൻ്റെ സഹായം കൂടാതെ പടുത്തുയർത്തുന്നു. അതെന്താ സംഭവിക്കുന്നത്? അവസാനം എല്ലാം ചെതറി വ്യത്യാസമായി, ഭാഷ ചെതറി ഒന്നുമില്ലാണ്ട് നാശത്തിലേക്ക് പോകുന്നു. നെഹമ്യാവ് എങ്ങനെയാണ്? അദ്ദേഹം കണ്ടു തൻ്റെ ദേശത്തിൻ്റെ, രാജ്യത്തിൻ്റെ, ജെറുസലേമിൻ്റെ മതിലുകൾ തകർന്നു കിടക്കുന്നതുകൊണ്ട് സങ്കടപ്പെട്ട് കരഞ്ഞെന്നാണ് പറയുന്നത്. അദ്ദേഹം കരഞ്ഞു. ആ കരഞ്ഞു നെഞ്ചേൻ്റെ ചെയ്ത് അദ്ദേഹം ഉടനെ തിരിച്ചെത്തിയിട്ട് അനുവാദത്തോടെ ശുശ്രൂഷകനായിരുന്ന രാജാവിൻ്റെ അനുമതിയോടെ തിരിച്ചെത്തിയതിന് ശേഷം അദ്ദേഹം ആളുകളെ സംഘടിപ്പിച്ചിട്ട് ഒറ്റ വ്യക്തി എന്നുള്ള നിലയിലല്ല, അത് വളരെ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വത്തോടു കൂടി പടുത്തുയർത്തി. ഈ 2 ചിത്രങ്ങളുടെ നടുവിലാണ് ഈ പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നത്. ഒന്നത് കൂട്ടായ ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കപ്പെടുന്ന നെഹമ്യാവിൻ്റെ ആ വലിയ മതിൽ പുനർനിർമ്മാണം എന്ന് പറയുന്ന ഒരു സംഗതി.
ബാബേൽ സിൻഡ്രം എന്നതിനെ അതിജീവിച്ചു. ബാബേൽ സിൻഡ്രം എന്താ? ലാഭം മാത്രം നോക്കിയിട്ടുള്ള കെട്ടിടം പണിത് ഉയർത്തുന്ന അത്തരത്തിലുള്ള പോക്ക്, മറ്റാരെയും വേണ്ട ഞാൻ മാത്രം മതി എന്ന പോക്ക്. അതിൻ്റെ പ്രധാന ആശയങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യ മഹത്വത്തെ ഉയർത്തി കാണിക്കുക എന്നതാണ്. എവിടെയും ഓരോ പുരോഗതിയും വരുമ്പോൾ പലപ്പോഴും മനുഷ്യൻ വില കൊടുക്കാത്ത മനുഷ്യന് തന്നെ വില കൊടുക്കാതെ പോകുന്നു. അങ്ങനെയുള്ള പല ഘട്ടങ്ങളും. ഹ്യൂമാനെ വീറ്റ് പോളാൻ മാപ്പ ചാക്കിലേത് അന്ന് വില കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ പാശ്ചാത്യ നാടിലുണ്ടാകുന്ന ആ വല്ലാത്ത വരൾച്ച, ജനമില്ലാത്ത വരൾച്ച, മറ്റു രാജ്യങ്ങളിൽ ആളുകൾ കടമെടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് മനുഷ്യനെ പഠിക്കേണ്ട ഒരു പാഠമാണ് ഓരോ കാലഘട്ടവും ദൈവനിവേശിതരായ ആ വലിയ മേലധ്യക്ഷൻ നൽകുന്നതായ വലിയ വഴി നടത്തലെന്ന് പറയുന്നത് സഭാംഗങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തിന് തന്നെ മാർഗദർശകമാണെന്ന കാര്യം ഓർക്കണം. അപ്പോൾ മനുഷ്യൻ്റെ മഹത്വം എന്തിലായിരിക്കുന്നത്? മനുഷ്യൻ ദൈവത്തിൻ്റെ ഛായ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നവനാണ്. അവിടെ അതിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നാൽ അവന് മനുഷ്യനെ സ്നേഹിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, മനുഷ്യൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ സേവിക്കാനല്ല. ഇത് എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. അതുകൊണ്ട് ഉത്തരവാദിത്വത്തോടു കൂടി നിർവഹിക്കപ്പെടേണ്ടതാണ് ഈ പറയുന്ന പുതിയ സംവിധാനങ്ങളുടെ, ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുടെ എല്ലാ ഉപയോഗവും അത് ഉത്തരവാദിത്വത്തോടു കൂടി മനുഷ്യ മഹത്വത്തെ സംരക്ഷിച്ചുകൊണ്ട് ഉപയോഗിക്കാനായിട്ട്. അതുകൊണ്ട് ലൗദാത്തോ സി എന്ന്, അപ്പം ഫ്രാൻസിസ് പാപ്പായുടെ മനോഹരമായ ചാക്രിലേഖനം ലൗദാത്തോ സി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെയും ചാക്രി ലേഖനത്തോട് ചേർത്താണ് ഈ പിതാക്കന്മാരും ഈ പിതാവും ഇവരുടെ ഈ കാര്യം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ AI മാനുഷിക ബുദ്ധിയുമായിട്ട് തുലനം ചെയ്യാൻ പാടില്ല. മനുഷ്യബുദ്ധി പ്രവർത്തിക്കുന്നൊക്കെയാണ് പറയുന്നത്. കണ്ടോ, നമ്മൾ കണ്ടില്ല, അധികം ഒന്നും കണ്ടിട്ടില്ല, കാണാൻ പോകുന്നതല്ലേ ഉള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് വീട്ടിലൊരു സർവൻറ്റിനെ വേണം. നമ്മൾ പറയുന്നതൊക്കെ ചെയ്യാനായിട്ട് AI ക്രമീകരിച്ച് തന്നിരിക്കുന്ന ഒരു ഒരു മനുഷ്യരൂപം കൂടെ കാണും. വേണ്ടതൊക്കെ ചെയ്തു തരും, ആവശ്യമുള്ളതൊക്കെ ചെയ്തു തരും. പക്ഷേ അവിടെയുണ്ടല്ലോ മനുഷ്യൻ്റെ വളരെ കൃത്യമായ അവൻ്റെ മനസ്സാക്ഷിയോ ഹൃദയമോ സ്നേഹിക്കാനുള്ള കഴിവോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള വ്യക്തമായ കാര്യമല്ലേ. അതുകൊണ്ട് തൊഴിലും സത്യവും മനുഷ്യ ബന്ധങ്ങളുമൊക്കെ അവയൊക്കെ പരിഗണിക്കാതെ പോകുന്ന ഒരു രീതി ഉണ്ടായാൽ അത് അപകടകരമായിരിക്കും. അതുകൊണ്ട് വിലയിരുത്തൽ വേണം. ഇപ്പം മനുഷ്യ പ്രകൃതിയെക്കുറിച്ചുള്ള ശക്തമായ ധാരണ നമുക്ക് അവർക്ക്, അതായത് സാമ്പത്തിക രാഷ്ട്രീയ പ്രശ്നമായിട്ട് കാണാതെ മനുഷ്യ പ്രകൃതിയെക്കുറിച്ചുള്ള ദൈവശാസ്ത്രമായ ഒരു കാര്യമാണ് ഇവിടെ പാപ്പ ഉയർത്തിയിരിക്കുന്നത്, ചോദിക്കാനോ ഉയർത്തിയിരിക്കും. ഇത് അതിനെയൊക്കെ എങ്ങനെ സ്വാധീനിക്കും, ബാധിക്കും? അപ്പോൾ റേറുൻ നവാരോ എന്ന തൊഴിലാളി അവകാശങ്ങളെക്കുറിച്ച് എങ്ങനെ പുനർനിർവചനം നടത്തിയോ അതുപോലെ തന്നെ ഈ കാലത്തെ മാനുഷിക മഹത്വത്തെ പുനർനിർവചനം നടത്തുകയാണ് ലിയോ പാപ്പ. അതായത് അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എടുത്ത് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം തൊഴിലിനെ സംബന്ധിച്ച് എന്തുമാത്രം ഒരു വാർദ്ധക്യം, എങ്ങനെയാണ് ഈ മനുഷ്യൻ്റെ തൊഴിലിൻ്റെ വില, എങ്ങനെയാണ് അത് ക്രമീകരിക്കാൻ പോകുന്നത്, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, അതിൻ്റെ 4ാം അധ്യായം സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത്, നമുക്ക് എങ്ങനെയാണ് അതിനെ അഫക്റ്റ് ചെയ്യുന്നത്. ജോൺ പോൾ സെക്കൻഡ് മാർപ്പാപ്പ ലബോരം എക്സെൻസിയസ് എന്ന് പറയുന്ന ചാക്രി ലേഖനത്തെ അടിസ്ഥാനത്തിലാണ് ലേഖ 14 ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. രണ്ടുപേരും പരസ്പരം ബന്ധിതമാണ്. ദൈവനിവേശിതരായ മാർപ്പാപ്പമാർ അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട് വളരെ കൃത്യമായി. അപ്പോൾ പ്രവർത്തനത്തിന് അനുസൃതമായിട്ടുള്ള ഉത്തരവാദിത്വം മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉണ്ടാവണം എന്ന കാര്യം എടുത്തു പറയുക. നമുക്ക് ഈ ചാക്രിയ ലേഖനം ഇത് നമുക്ക് എല്ലാ തലങ്ങളിലും പഠന വിധേയമാക്കേണ്ട, കാരണം ഇന്ന് വരാൻ പോകുന്ന വലിയ മാറ്റങ്ങൾക്ക് മുന്നോടിയായിട്ട് നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തുന്നതാണ് ഈ ചാക്രി ലേഖനം. അപ്പോൾ തൊഴിൽ വെറും ഒരു ഉപജീവന മാർഗമല്ല, മനുഷ്യൻ്റെ രൂപീകരണത്തിൻ്റെ മാർഗം കൂടിയാണ്. തൊഴിലെന്ന് പറയുന്നത് വെറും മനുഷ്യന് ഉപജീവന മാർഗമാണ്. ആ തൊഴിൽ ഈ യന്ത്രം ചെയ്യുമെന്നാണ്. പിന്നെ മനുഷ്യൻ എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ തൊഴിലെന്നതിൻ്റെ അവൻ്റെ ജീവിതത്തിൻ്റെ ആവിഷ്കാരം കൂടിയാണ്, വ്യക്തിത്വത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ കൂടിയാണ് എന്ന കാര്യം മറക്കാതിരിക്കേണ്ടതാണ്. അപ്പോൾ സ്വന്തം തൊഴിലിലൂടെ അന്തസ്സോടെ ജീവിക്കാൻ മനുഷ്യന് സാധിക്കണം. ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ ചില പോയിന്റുകളുണ്ട്. അതായത് AI സിസ്റ്റങ്ങൾക്ക് പിന്നിൽ, അതുപോലെ പല രാജ്യങ്ങളുണ്ടല്ലോ, ഇന്ത്യയിലും കെനിയയിലും ഒക്കെ ആണെങ്കിൽ നല്ല തൊഴിലിന് കിട്ടുന്ന ശമ്പളം വളരെ കുറവാണ്. അപ്പം മനുഷ്യനെ അങ്ങനെ ഒരു രീതിയിൽ കാണാതെ ഒരുപോലെ മനുഷ്യ അധ്വാനത്തിന് വില കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇന്ത്യക്കാർ കിടന്ന് അധ്വാനിക്കുന്നു, ഇവിടെ അധ്വാനിക്കുന്ന എന്താ ഫലം? ഉദാഹരണം പറയുന്നപ്പോൾ സമരം നടക്കുന്നു, നേഴ്സുമാരെ സമരമാണ് നടക്കുന്നു. ഇവിടെ കൊടുക്കാവുന്ന പരമാവധി കൊടുക്കുന്നുണ്ടെന്നുള്ള അവകാശപ്പെടുന്നു. ഈ സമരം നടത്തുന്ന കാര്യങ്ങളിലൊക്കെ പിന്നിലുള്ളൊക്കെ ഉദ്ദേശിച്ചൊക്കെ വേറെ.
എന്നാൽ ഈ താരതമ്യം ചെയ്യുമ്പോൾ ഇതേ ജോലി തന്നെയല്ല ഈ പറയുന്ന നേഴ്സ് കാനഡയിലും അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ചെയ്യുന്നത്. എന്തൊരു വലിയ വ്യത്യാസമാകും തമ്മിലുള്ള അവർക്ക് നൽകുന്ന വേതനത്തിൽ വ്യത്യാസം. അത് മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇവിടുന്ന് പണം ഉണ്ടാകുന്ന ചോദ്യം മറ്റൊരു ചോദ്യമാണ്. എങ്കിലും ശരി, തൊഴിലിൻ്റെ മാഹാത്മ്യത്തെ ഉയർത്തിപ്പിടിക്കേണ്ടതാണ്. അപ്പോൾ അതായത് ഇപ്പോൾ ഇതിലൂടെ AI-യുടെ വന്നിട്ട് പുതിയ അടിമത്വ രീതികളാണോ കടന്നു വരുന്നത്? നയം നമ്മൾ ചിന്തിക്കുന്ന സംഗതിയാണ്. അതുപോലെ ലിംഗപരമായിട്ട് തൊഴിലിൻ്റെ അനീതി അത് നിലനിൽക്കുന്നുണ്ടോ ഇന്നത്തെ സാഹചര്യത്തിലും? കാര്യം നമ്മൾ എല്ലായിടത്തും പറയും സ്ത്രീ പുരുഷ സമത്വമൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ആ തുല്യത പ്രഖ്യാപനത്തിൽ മാത്രം ലാഭവും ഉൽപാദനക്ഷമതയും മാത്രം ലക്ഷ്യമാക്കി നമ്മുടെ പോക്കെങ്കിൽ നമ്മുടെ ജീവിതം, നമ്മുടെ പ്രവർത്തനം, നമ്മുടെ മുന്നോട്ടുള്ള പദ്ധതികളൊന്നും വിജയിക്കാൻ പോകുന്നില്ല. അവിടെയാണ് ബാബേൽ നെഹമ്യാഹു പ്രതീകാത്മകത കടന്നു വരിക. അപ്പോൾ ലേഖനത്തിൻ്റെ ആരംഭം തന്നെ ഈ ദ്വന്ദ്വത്തിലാണ്. അദ്ദേഹത്തിന് മഹത്വമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാണ് അത് ആരംഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പുതിയൊരു ബാബേൽ ഗോപുരം പണിയാനാണോ മനുഷ്യ സമൂഹം ഒരുങ്ങുന്നത് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഇപ്പം ബാബേലിൻ്റെ പ്രതിനിധികൾ ആകാനായിട്ട് പാടില്ല. ദൈവത്തെ പരാമർശിക്കാതെ വിഭാവനം ചെയ്ത പദ്ധതിയായിരുന്നു അത്. അതുകൊണ്ട് വൈവിധ്യങ്ങളെ ഇല്ലാതാക്കുന്ന ഏകീകൃതത്വം, കൂട്ടായ്മയ്ക്ക് പകരം ഒരേ രൂപത്തിൽ, ആ വിധത്തിൽ പറഞ്ഞാൽ ഒരേ രൂപത്തിൽ ഒരേ അധികാരം ഒരേ ശക്തി കൊണ്ട് ഒന്ന് മാത്രം, ഇതിനപ്പുറത്തോട്ടൊന്നും വേണ്ട, വൈവിധ്യമേ വേണ്ട എന്ന് പറയുന്ന രീതി നമ്മുടെ രാജ്യത്ത് കടന്നു വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെയൊന്നുമില്ല ജീവിതം എന്ന് പറയാം. വൈവിധ്യങ്ങളിലൂടെയാണ് മനുഷ്യകുലത്തിൻ്റെ സൗന്ദര്യം നിലനിൽക്കുന്നത്. വൈവിധ്യങ്ങളെ അടിച്ചമർത്തിയിട്ട് ഏകീകൃത രൂപത്തിൽ കൊണ്ടുവരുന്ന പറയുന്നത് ടിറണിയാണ്, സർവാധിപത്യമാണ്. അതങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഒരു ഭാഷ അത് ഇന്നിപ്പോൾ ഡിജിറ്റൽ ഭാഷയായിട്ട് മാറിയ, അപ്പോൾ വ്യക്തിയുടെ നിഗൂഢതയെ വെറും ഡേറ്റയായിട്ട് അല്ലെങ്കിൽ അതായത് പ്രകടനമായി വിവർത്തനം ചെയ്യാൻ ആ വിധത്തിലുള്ള വ്യാമോഹമാണ്. ഡേറ്റ ആണ് സംസാരിക്കുന്നതെങ്കിൽ മനുഷ്യനല്ല എങ്കിൽ അത് തെറ്റായ പോക്കാണ്. അതുകൊണ്ട് നെതന്യാഹു എന്താ ചെയ്തത്? അദ്ദേഹം പ്രതികരിച്ചത് എന്താ? ജെറുസലേം മതിൽ പുനർനിർണ്ണയം ചെയ്തത് മുകളിൽ നിന്ന് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലായില്ല, മറിച്ച് ശ്രവണത്തിലൂടെ, സംഘാടനത്തിലൂടെ ജനം ഒരുമിച്ച് പുനർനിർമ്മിക്കുന്ന പ്രാർത്ഥനാപൂർവമായ പ്രവൃത്തിയായിരുന്നു നെഹമ്യാവിൻ്റെ ജെറുസലേം മതിൽ പുനർനിർമ്മിച്ച പ്രക്രിയ എന്ന കാര്യം പാപ്പ എടുത്തു പറയാം. ഈ പ്രതീകാത്മകത, അതായത് പ്രത്യേകിച്ച് ചാക്രേഖന 5-ാം അധ്യായത്തിൽ അതിൻ്റെ അധികാരത്തിൻ്റെ സംസ്കാരവും അതുപോലെ തന്നെ ഭയങ്കരമായ ജീവിത ബന്ധങ്ങളും നാഗരികതയും ഒക്കെ കൂടുതൽ വികസിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് അവിടെയുള്ള കാര്യങ്ങളിലേക്ക് കടമ്പുകളാണ് വിശുദ്ധ അഗസ്റ്റിനെ അദ്ദേഹം കോട്ട് ചെയ്യുന്ന 2 നഗരങ്ങൾ, 2 പ്രണയങ്ങൾ എന്ന ക്ലാസിക്കൽ ദൈവശാസ്ത്ര ചിന്തയുമായിട്ട് ബന്ധിപ്പിച്ച് യുദ്ധത്തെയും ആയുധ വ്യവസ്ഥകളിൽ AI-യുടെ ഉപയോഗത്തെയൊക്കെ സാധാരണവൽക്കരിക്കുന്ന അധികാരത്തിൻ്റെ സംസ്കാരത്തിന് എതിരെ മുന്നറിയിപ്പ് നൽകുകയാണ് പാപ്പ അവിടെ. അപ്പം അതുകൊണ്ട് ഈ ചാക്രിക ലേഖനം നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ, പുറത്തിറങ്ങിയിട്ടുള്ളൂ, ട്രാൻസ്ലേഷൻ വന്നിട്ടുള്ളതേ ഉള്ളൂ. അതിലൊക്കെ നമ്മൾ കൂടുതൽ താല്പര്യത്തോടു കൂടി ആത്മാർത്ഥമായിട്ട് കടന്നു ചെല്ലും. ഇതൊരു ആമുഖം പോലും ആയിട്ടില്ല, വെറും ആവിഷ്കാരം മാത്രമാണ്. അപ്പോൾ ഈ 2 ചിത്രങ്ങൾ ഒരുപോലെ, ബാബേൽ ഗോപുരവും നെതന്യാഹുവും, ഈ 2 ചിത്രങ്ങൾ ഒരുപോലെ ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ വിരൽ ചൂണ്ടുന്നത് സാങ്കേതിക വിദ്യ ഒരു ഏകീകൃത കേന്ദ്രീകൃത ശക്തിയിലെയും അധികാര ശക്തിയുമായിട്ട് മാറുമോ? അങ്ങനെ മാറുമോ? അതോ വൈവിധ്യങ്ങളെ മാനിക്കുന്ന പങ്കാളിത്തപരമായ കൂട്ടായ്മയ്ക്ക് ഒരു ഉപകരണമായിട്ട് മാറും? ഇതുള്ള ചോദ്യം. അതായത് വൈവിധ്യങ്ങളെ നിരാകരിച്ച് ഏകൃത ശക്തിയായിട്ട് മാറുമോ എന്ന് പറയാം. അധികാരം, അത് ഭയങ്കര ശക്തമായ അധികാരം. നമുക്കറിയാം പല ചരിത്രത്തിലുണ്ടായിട്ടുള്ള വലിയ ചില അധികാര ശക്തികൾക്ക് ചുമ്മാ നിഷ്കരണം മനുഷ്യനെ കൊന്നൊടുക്കുകയായിരുന്നല്ലേ ചെയ്ത്. അതോ കൂട്ടായ്മയുടെ വൈവിധ്യങ്ങൾ അംഗീകരിച്ചു കൊണ്ടുള്ള കൂട്ടായ്മയുടെ സ്നേഹപൂർണ്ണമായ ഉത്തരവാദിത്വപൂർണ്ണമായ പുരോഗതിയിലേക്ക് നീങ്ങുമോ എന്ന ചോദ്യമാണ് ഈ ചാക്രിക ലേഖനത്തിൽ അടങ്ങിയിരിക്കുന്നത്. പറ്റുമെന്നെങ്കിലും അതിൻ്റെ തുടർച്ച നമ്മൾ പിന്നീട് പറയുന്നതാണ്. താങ്ക് യു വെരി മച്ച്.